നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഡൽഹി AKG ഭവനിലെത്തി വിദ്യാർത്ഥി നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച CPM കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകുളത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കുന്നംകുളം നഗരത്തിൽ നടന്ന പ്രതിഷേധ പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പ്രക്ഷോഭത്തിന് മുന്നിൽ പകച്ചുപോയ കേന്ദ്ര ഭരണകൂടം സംഘപരിവാറിന്റെ നികൃഷ്ടമായ പ്രതികാര രാഷ്ട്രീയമാണ് നടപ്പിലാക്കുന്നത് എന്ന് M. ബാലാജി കുറ്റപ്പെടുത്തി. ജയിലറകളെ കാട്ടി പ്രക്ഷോഭത്തെ തടയാമെന്ന് മോദിയും കൂട്ടരും കരുതേണ്ടതില്ലെന്നും ജനകീയ പ്രതിഷേധങ്ങൾ ഇനിയും ശക്തമായി ഇരമ്പിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, PG ജയപ്രകാശ്, CG രഘുനാഥ്, സീതാ രവീന്ദ്രൻ, KB ജയൻ, പത്മ വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹാൻസ് ചോദിച്ചത് നൽകാത്തതിന്റെ വിരോധത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കഴിഞ്ഞ ദിവസം വൈകിട്ട് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. കൊൽക്കത്ത സ്വദേശിയായ 48 വയസ്സുള്ള ധനേശ്വർ ബ്രഹ്മ എന്നയാൾക്കാണ് കുത്തേറ്റത്. സംഭവത്തിൽ കുന്നംകുളം കക്കാട് ശങ്കരപുരം സ്വദേശി ബാലചന്ദ്രനാണ് പിടിയിലായത്. മറ്റൊരു രോഗിയുമായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയ പ്രതി ആശുപത്രിക്കുള്ളിൽ വെച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് ജീവനക്കാർ ഇദ്ദേഹത്തെ പുറത്താക്കുകയും സംഭവം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതിക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു സുഹൃത്ത് പ്രതിയെ ആശുപത്രിയുടെ ഫാർമസിക്ക് സമീപം കസേരയിലിരുത്തി. ഈ സമയത്ത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്ത് നിന്നിരുന്ന അതിഥി തൊഴിലാളിയോട് പ്രതി ഹാൻസ് ആവശ്യപ്പെടുകയും ഇത് നൽകാത്തതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. പ്രകോപിതനായ പ്രതി കയ്യിൽ കരുതിയ കത്തിയെടുത്ത് അതിഥി തൊഴിലാളിയെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ അതിഥി തൊഴിലാളി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ കാട്ടുപന്നികൾ തെങ്ങിൻ തൈകൾ നശിപ്പിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്തിലെ പഴഞ്ഞി മൂലേപ്പാട് കൊള്ളന്നൂർ വീട്ടിൽ ഗ്രിഗോറിയോസിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചത്. സ്ഥിരമായി കൃഷിസ്ഥലത്ത് പന്നി ഇറങ്ങുന്നുണ്ടെന്നും പ്രശ്നത്തിന് അധികൃതർ ശാശ്വത പരിഹാരം കാണണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ലർക്ക് കെട്ടിട നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാജി കോയാലിപ്പറമ്പിൽ ഒറ്റയാൾ പ്രതിഷേധ സമരം നടത്തി. തട്ടിപ്പിന് കൂട്ടുനിന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, ഭരണസമിതി പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. പെരുമ്പലാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച ഒറ്റയാൾ പ്രതിഷേധ സമരം കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന 25 വർഷത്തിലധികമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന CPM നിയന്ത്രണത്തിലുള്ള ഭരണസമിതി ഈ പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അഴിമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇതിന് അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ അഴിമതികൾ പുറത്തു വരാനുണ്ട് എന്ന് ഈ ചെറിയ കാര്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. പുന്നൂർകുളം മേഖലയിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രദേശവാസികൾ ആശങ്കയിൽ. പ്രദേശത്ത് ചുറ്റിത്തിരിയുന്ന നായകൾ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ഭീഷണിയാകുകയാണ്. ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് നേരെ ചാടിയിരുന്ന നായകൾ അടുത്തിടെ നിരവധി അപകടങ്ങൾക്കും വഴിവെച്ചു. പുഴിക്കള, ആൽത്തറ, ആറ്റുപുറം, പരൂർ, പനന്തറ എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുള്ളത്. മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളും പൊതുനിരത്തിലും പൊന്തക്കാടുകളിലും തള്ളുന്നതാണ് നായ്ക്കൾ പൊതുനിരത്തിൽ വിഹരിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളിൽ ഇടറോഡുകളിലേക്ക് കടന്നാൽ ഏതു സമയവും നായ്ക്കളുടെ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രഭാത സവാരിക്കിറങ്ങുന്നവരും നായ്ക്കളെ ഭയന്നാണ് സഞ്ചരിക്കുന്നത്. തെരുവുനായ ശല്യം ഒഴിവാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ ക്രൈം ആൻഡ് മൊബൈൽ അഡിക്ഷൻ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടിയിൽ അഡ്വക്കേറ്റ് TN അജീബ് ക്ലാസ് നയിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളുടെ വിവിധ വശങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളുടെ സംരക്ഷിത ഉപയോഗം, മൊബൈൽ ഫോൺ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡിജിറ്റൽ ലോകവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദമായി ബോധവൽക്കരണം നൽകി.
മുതിർന്ന അധ്യാപിക ജ്യോതി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ, ലീഗൽ വളണ്ടിയർ സുധ, അധ്യാപിക ചിത്ര എന്നിവർ സംസാരിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ അതിക്രമിച്ച് കയറി SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വാഗയിൽ നടന്ന പ്രതിഷേധ യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. KP രാജു, TK സഞ്ജിത്ത്, TD സുനിൽ, KM പരമേശ്വരൻ, സുമ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. എരമംഗലം കല്ലൂർപള്ളി മരണാനന്തര സഹായ സമിതിക്ക് സംസ്കൃതി കല്ലൂർപള്ളി UAE സ്പോൺസർ ചെയ്ത് സമർപ്പിച്ച മൊബൈൽ ഫ്രീസറിന്റെ സമർപ്പണം നടത്തി. ഗോകുൽദാസ് തെക്കഞ്ചേരി അധ്യക്ഷത വഹിച്ചു. വെളിയങ്കോട് പഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ നിഷാന ഷെരീഫ്, 10ാം വാർഡ് മെമ്പർ ബിനു പെരിയാട്ടേൽ, KM പുരുഷോത്തമൻ മാസ്റ്റർ, ചരാത്ത് ദാസൻ, രഞ്ജിത്ത് കോനശ്ശേരി, ബാബു കരിമത്തിൽ, പ്രേമൻ വടാശ്ശേരി, മനോജ് നീർത്താട്ടിൽ, സന്തോഷ് വടാശ്ശേരി, ധനീഷ് നീർത്താട്ടിൽ എന്നിവർ സംസാരിച്ചു. മരണാനന്തര ചടങ്ങുകളിൽ സജീവമായി സഹകരിക്കുന്ന പുതിയാട് കുഞ്ഞൻ, ചെറാത്ത് സുബ്രഹ്മണ്യൻ, ചെറാത്ത് ദാസൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മരണാനന്തര സഹായ സമിതി അംഗങ്ങൾ, സംസ്കൃതി അംഗങ്ങൾ, കോസ്കോ ക്ലബ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ സംബന്ധിച്ചു. പ്രദീപ് കോനാശ്ശേരി സ്വാഗതവും പ്രദീപ് കടുങ്ങിൽ നന്ദിയും പറഞ്ഞു. കർഷക സംഘം ചൊവ്വന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംയോജിത കൃഷിയുടെ നടീൽ ഉത്സവം നടന്നു. കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി KB ജയൻ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് PB അനൂപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, പ്രശാന്ത് മാസ്റ്റർ, മേഖലാ സെക്രട്ടറി ജോഫി MJ, CPM ലോക്കൽ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ, കർഷക സംഘം മേഖലാ കമ്മിറ്റി അംഗങ്ങളായ റിബിൻ KR, ധന്യ സുബിൻ, രേഷ്മ രജീഷ് എന്നിവർ പങ്കെടുത്തു. പന്തലൂരിലെ മികച്ച കർഷകനായ മനോജിന്റെ സ്ഥലത്തിലാണ് കൃഷി ചെയ്യുന്നത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,155 രൂപ, സ്വർണം പവന് 1,05,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം ഇരിങ്ങപ്പുറം മച്ചിങ്ങൽ വേലായുധൻ നിര്യാതനായി 75 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ഗുരുവായൂർ നഗരസഭ ശ്മശാനത്തിൽ നടന്നു. മാലതി ഭാര്യയാണ്. സരിത, സനിത, സനീഷ് എന്നിവർ മക്കളാണ്. ആറ്റത്ര ആളൂർ കിഴക്കൂട്ട് ജോണി ഭാര്യ സിസിലി നിര്യാതയായി. 95 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഗ്രേസി, സിസ്റ്റർ ലീന, സ്റ്റീഫൻ, ജോസി എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.